ചില സമയത്തെ നമുക്ക് ഈ ഉച്ചക്കലത്തെ അതായത് ലഞ്ചൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മധുരം കൂടെ കഴിക്കാനുള്ള ഒരു ഇഷ്ടമൊക്കെ തോന്നാറുണ്ട് കേട്ടോ. അപ്പൊ ചില സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓർഡർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു സ്വീറ്റ് കൊണ്ടുവരാറുണ്ട്. എനിവേ നമ്മൾ എന്തായാലും നമ്മുടെ മോംസ് ആൻഡ് വൈസിന്റെ ആപ്പിൽ എന്തെങ്കിലും ഒരു സ്വീറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഐറ്റം, അതും ഓവറായിട്ട് മധുരം വേണ്ട എന്നുള്ള രീതിയിൽ നമ്മൾക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ എല്ലാവരുടെ അഭിപ്രായത്തിൽ ഉന്നക്കായ കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. അപ്പൊ എന്തായാലും അതൊരു എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ കോഴിക്കോട്ടുകാർ അല്ലെങ്കിൽ കണ്ണൂർ സ്റ്റൈലിൽ അവിടേക്കൊക്കെയാണ് ഈ ഉന്നക്കായ കൂടുതലായിട്ട് കണ്ടുള്ളത്. നമ്മൾ തൃശ്ശൂർ സൈഡിലോട്ടൊക്കെ ഇത് കുറവാണ് കേട്ടോ. അപ്പൊ എന്തായാലും അതൊന്ന് കഴിക്കാനായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എന്താണ്, ഇത് വീട്ടിലുണ്ടാക്കുന്ന വിഭവം കൂടി ആകുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ എന്തായാലും ഇങ്ങനെ സെർച്ച് ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഒരു പ്രൊഫൈൽ കിട്ടിയിട്ടുണ്ട്. അതിൽ കുറേ അധികം എന്താ പറയാ ഐറ്റംസുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിൽ നമുക്ക് എന്തായാലും ഉന്നക്കായ ചൂസ് ചെയ്യാം. ഉന്നക്കായ ചൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പൊ എന്തായാലും നമുക്ക് ഇതിലോട്ടൊന്ന് വിളിച്ചു നോക്കാം. അപ്പൊ അതിൽ 2 ദറംസ് ആണ് ഇട്ടിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഒരെണ്ണത്തിന് 2 ദറംസ് വെച്ചിട്ടാണ്. അപ്പോൾ എത്ര സമയം എടുക്കും, എപ്പോഴാണ് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുക, അതോ നമ്മൾ പോയി വാങ്ങിക്കണോ, എന്തൊക്കെയാണ് എന്നുള്ളത് ആളെന്തായാലും നമുക്കൊന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് വരാം. റിങ് ചെയ്യുന്നുണ്ട്. ഹലോ. ഞാനേ മോംസ് ആൻഡ് വൈസിന്റെ ആപ്പില് ഒരു ഉന്നക്കായുടെ പോസ്റ്റ് കണ്ടിട്ട് വിളിച്ചിട്ടതാ. അതെ 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 അതെ, ഞാൻ മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പൊ എന്തായാലും ഓർഡർ തരാന്ന് വെച്ചിട്ടേ. ശരിക്കും എത്ര സമയം എടുക്കും നമുക്ക് ഇത് കിട്ടാനായിട്ട്, ഉണ്ടാക്കിയിട്ട് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് കിട്ടാൻ വേണ്ടിട്ട്? നിങ്ങള് തലേന്ന് പറയുകയാണെങ്കിൽ പിറ്റേന്ന് ഉച്ചയൊക്കെ ആവുമ്പത്തേക്കും ഞാൻ ഉണ്ടാക്കി വെക്കാം. ഓക്കെ ഓക്കെ, നമുക്ക് നാളേക്ക് ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേനും കിട്ടോ? എത്ര പീസാ വേണ്ടേ? എത്ര രൂപയാണ് ശരിക്കും വരുന്നത് ഒരു പീസിന്? 2 ദിറംസ്. നമുക്ക് എത്ര ഓർഡർ ചെയ്യാം? ഒരു 20 നമുക്ക് ഉണ്ടാക്കി തരാൻ പറ്റുമോ? 20. ഓക്കെ ഓക്കെ. എവിടെയാണ് വരുന്ന സ്ഥലം? ഓക്കെ, നമുക്കിങ്ങനെ നാട്ടില് നമ്മള് തൃശ്ശൂരാണ്. പക്ഷെ നമ്മളെ കൊളീഗ്സ് കാര്യങ്ങൾ അവരൊക്കെ ഡിഫറെന്റ് പ്ലേസിലുള്ളവർ തന്നെയാണ്. കോഴിക്കോടുണ്ട്, കണ്ണൂരുണ്ട്. ആണോ? ഓക്കെ. കണ്ണൂർ സ്പെഷ്യൽ ആണല്ലോ അല്ലേ ഉന്നക്കായ? ഓക്കെ, എന്തായാലും വാട്സാപ്പിൽ എനിക്ക് ലൊക്കേഷൻ ഒന്ന് അയച്ചിടേ, എന്നിട്ട് ഞാൻ പിന്നെ അപ്ഡേറ്റ് പറയാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മള് ഓർഡർ കൊടുക്കാനായിട്ട് ലൊക്കേഷൻ നമ്മളൊന്ന് സെൻഡ് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കിയിട്ട് എന്തായാലും നമുക്ക് അവർക്ക് എന്താണ് ഒരു സർപ്രൈസ് കൊടുക്കാന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ ക്രൂ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സർപ്രൈസ്, എന്തായാലും ആ ഒരു വിഭവം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും അതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ വഴിയേ വരും കേട്ടോ.